നമസ്കാരം. ആയുർ വില്ലേജിൽ നിന്ന് റിച്ച് ഫാർമറാണ്. നമ്മൾ പണിയെടുത്ത് ഇനിയിപ്പോൾ വേനലാണ് വരാൻ പോകുന്നത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അറിയാലോ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ നല്ല അടിപൊളി ചുട്ടുപൊളണ കാലാവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് നല്ല അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫാം എന്ന് പറയുന്നത്. ആ ഫാമിൽ പശുക്കളുടെ പാല് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തൈരാക്കിയിട്ട് അതിനെ സംഭാരം, നല്ല അടിപൊളി സംഭാരം, മോര് സംഭാരം എന്ന് പറയും. കാന്താരിമുളകും ഇഞ്ചിയും വേപ്പലയും നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നല്ല കിളി പോണ സംഭാരം എന്ന് പറയും. പണ്ട് കാലത്ത് പറമ്പിലും പാടത്തൊക്കെ പണിയെടുത്തിട്ട് കാരണന്മാർ കയറി വരുമ്പോൾ അവിടെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ കൊടുത്തിരുന്ന ഒരു എനർജി റിഫ്രഷിങ് ഡ്രിങ്കാണ് ഈ സംഭാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാട്ടോ. ഇതിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ തൈരാണ്. നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന തൈരാണ് ഇത് കേട്ടോ. നല്ല പഴയ രുചിയിലേക്ക് നമുക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിന്ന് സംഭാരം ഉണ്ടാക്കാൻ പോണത്. പിന്നെ നമുക്ക് വേണ്ട ഇതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഞ്ചി, നല്ല അടിപൊളി കാന്താരിമുളക് ഇതുപോലെ തന്നെ വേണം കേട്ടോ. കണ്ട, ഇത് നല്ല ഉണ്ട കാന്താരിമുളകാണ്, നല്ല എരിവാണ്. ഇത് ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് അതിൻ്റെ വിവരം അറിയാൻ പറ്റും. അപ്പോൾ നല്ല കാന്താരിമുളക്, നമ്മുടെ അതേപോലെ പറമ്പിലുണ്ടായിട്ടുള്ള ഇഞ്ചി, നാടൻ ഇഞ്ചി, അതേപോലെ വീട്ടിലത്തെ തന്നെ വേപ്പില, നാരകത്തിൻ്റെ ഇല, പാകത്തിന് കറിവേപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വേണ്ടത്. ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാവണ ഇഞ്ചിയാണെങ്കിൽ ഒരു ജൈവ ഇഞ്ചി എന്ന് പറയും. നമ്മൾ വിഷം തൊടാതെ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇഞ്ചിയാണ്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയ ഇഞ്ചിയാണ് കേട്ടത്. അപ്പോൾ അങ്ങനത്തെ ഇഞ്ചിക്ക് നമ്മൾ മേടിക്കുന്ന ഇഞ്ചിനേക്കാളും നല്ല ടേസ്റ്റ് കൂടും ചെയ്യും. പ്രത്യേക ഒരു അധികം അളവിലിടും വേണ്ട, എന്നാൽ വളരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ആ ഒരു ഫ്ലേവർ കിട്ടും ചെയ്യും. അതുപോലെ വേപ്പല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേപ്പല തന്നെയാണ്, അല്ലാതെ വരവൊന്നുമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ വിഷം അല്ലെങ്കിൽ മറ്റുള്ള പദാർത്ഥങ്ങളൊന്നും അടിക്കാത്ത നല്ല പ്യൂർ അടിപൊളി നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിൽ നിന്ന് പൊട്ടിച്ചിട്ടുള്ള വേപ്പലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും പച്ചമുളകും കാന്താരിമുളകും കൂടിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഫസ്റ്റ് ഇതിൽ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇടാനായിട്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പം നമ്മളിത് തൈര് കടയാള പാത്രത്തിലേക്ക് നമുക്ക് തൈര് പകർത്താം. ഇത് ഏകദേശം ഒരു 3 ലിറ്റർ ഉണ്ട് കേട്ടോ. നല്ല കട്ടത്തൈരാണ്. ഇനി നമുക്ക് ഈ തൈരിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നല്ല വെണ്ണ പോലെ അറിയണം കേട്ടോ. അതേപോലെ അരഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ തൈരിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരി പോലും വരരുത്. നല്ലപോലെ വെണ്ണ പോലെ അരച്ച ഇഞ്ചിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഇനി നമ്മുടെ കറിവേപ്പില അത് ചതക്കരുത്. ഇത് ശരിക്കും നമ്മൾ ഇതേപോലെ കയ്യിൽ തന്നെ ഞരടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചീന്തിയിടുക. അത് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചീന്തിയിട്ട് ഇങ്ങനെ അതിൽ ഇട്ട് വെക്കണം. അടുത്തായിട്ട് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് ഇതേപോലെ തന്നെ വേപ്പല ചെയ്ത പോലെ നല്ല ചീന്തിയിട്ട് 4 കഷ്ണാക്കിയിട്ട് തൈരിലേക്ക് ഇടാം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടുന്നത്. നേരത്തെ പറഞ്ഞ 3 ലിറ്റർ തൈരിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു 3 കയ്യിൽ ഉപ്പാണ് ഇടുക കേട്ടോ. നല്ല പൊടി ഉപ്പ്. നമ്മൾ ഇത് എല്ലാതും കൂടി ഇട്ടതിന് ശേഷം ഇതൊരു പെർക്കോലേറ്ററാണ്. നമ്മൾ തൈരൊക്കെ കടയാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണത്. അതായത് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ സംവിധാനമാണത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ കടോലെന്ന് പറയില്ല, അത് മരത്തിൻ്റെ ആണെന്ന് കൈകൊണ്ട് ചെയ്യണത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതേപോലെ ആ സെയിം സിസ്റ്റത്തിൽ തന്നെ നമ്മൾ മെഷീനായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കടയാം. അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം നേരം അടിക്കരുത്. പ്രത്യേകിച്ച് ഈ ക്രീം എടുക്കാത്ത തൈരൊക്കെ ആണെങ്കിൽ കുറേ നേരം അടിച്ച് കഴിഞ്ഞാൽ വെണ്ണ സെപ്പറേറ്റ് ആവും.
അപ്പോൾ എന്നാൽ അധികം വെള്ളം സെപ്പറേറ്റ് ആവാനും പാടില്ല. എന്നാൽ നല്ലോണം വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ലവണ്ണം മിക്സ് ചെയ്ത് അടിക്കണം. കണക്ക് എന്ന് പറയുന്നത് 3 ലിറ്ററിലേക്ക് നമ്മളൊരു 2.5 ലിറ്റർ 1 ലിറ്ററിൽ തൈരിലേക്കാണ് വരിക. അപ്പോൾ ഒരു ഏകദേശം ഒരു 7 ലിറ്റർ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 3 ലിറ്റർ തൈരിലേക്ക് ഒരു 7 ലിറ്റർ വെള്ളം ആ ഒരു കണക്കിൽ വേണം ഒഴിക്കാനായിട്ട്. ഇത് കണ്ട ഈ വെണ്ണയുടെ ഒക്കെ ഒരു പത വന്ന് നിൽക്കുന്നത് കണ്ട, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരൊക്കെ ആണെങ്കിൽ ക്രീം എടുത്തിട്ട് അതിൻ്റെ ഒരു വെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടാവാറില്ല. വെള്ള തൈരാണ് കിട്ടാറ്. നമുക്ക് വീട്ടിൽ തന്നെ നാടൻ പാൽ ഉപയോഗിച്ച് തൈര് ഉണ്ടാക്കുമ്പോൾ ഉള്ള വ്യത്യാസമാണത്. ആ ഒരു മഞ്ഞ, ഒരു ഇളം മഞ്ഞ, ലൈറ്റ് മഞ്ഞ ഷെയ്ഡായിട്ടാണ് തൈര് നമുക്ക് കിട്ടുക. അത് ആ വെണ്ണയുടെ കളറാണത്. അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ടുള്ള പാത്രത്തേക്ക് നമുക്കിത് പകർത്തിയിട്ട് ഒഴിക്കാം. നല്ല അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കണം. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, നമ്മുടെ അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അയ്യവാ, ആ ഒരു കാന്താരി മുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഈ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് പരമ്പരാഗതമായ രീതിയിൽ പണ്ടത്തെ കാരണന്മാരൊക്കെ പണിയെടുത്ത് വയലിൽ കയറി വരുമ്പോൾ നമ്മുടെ അമ്മമാരും അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നൊരു എനർജി ഡ്രിങ്കാണിത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എനർജി നമുക്ക് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ പണിയെടുത്തിട്ട് ക്ഷീണം മാറ്റാനുള്ള ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാന്താരി മുളക്, ഇഞ്ചി, വേപ്പലയും നല്ല നാടൻ മോരിലിട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നല്ല ഒറ്റമൂലി വേറെ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല അടിപൊളി നാടൻ സാധനങ്ങൾ, ജൈവമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കെട്ടിയവന്മാരും അതേപോലെ ആണുങ്ങളൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ് കൊടുത്തു നോക്കിയാൽ ആ ഒരു സന്തോഷം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എങ്ങനെയുണ്ട് ഭാര്യ? അടിപൊളി, സൂപ്പർ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.